സ്വന്തമായിട്ട് എങ്ങനെ ഒരു കരിയർ തിരഞ്ഞെടുക്കണം നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? നാട്ടുകാരും വീട്ടുകാരും ഡോക്ടറും എഞ്ചിനീയറും ആവണമെന്നുള്ള ആകെ 2 ഓപ്ഷൻ തരുമ്പോൾ ഇതല്ലാതെ വേറെ എന്തൊക്കെ ഓപ്ഷൻ്റെ ആയിരിക്കും എനിക്ക് നല്ലത് എന്ന് നിങ്ങൾ ആലോചിക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാണേണ്ട വീഡിയോ ആണിത്. കാരണം ഈ വീഡിയോയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു കരിയർ തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് ഈ ഒരു കാര്യം എന്തുകൊണ്ട് മാറ്റർ ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഞാൻ കരിയറിനെ പറ്റി ചിന്തിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ സ്കൂളിൽ നന്നായി പഠിച്ച് മാർക്കൊക്കെ വാങ്ങിച്ചാൽ പോരെ? പോരാ, നിങ്ങൾ കരിയറിനെ പറ്റി തീർച്ചയായും ചിന്തിച്ച് തുടങ്ങണം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് എടുത്തിട്ട് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ 1-2 വർഷമല്ല, നിങ്ങളുടെ ലൈഫിൽ 3 മുതൽ 5 വർഷം വരെ ആ ഒരു കോഴ്സിന്റെ മുകളിലായിരിക്കും നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സ്, ആ ഒരു കോളേജ് നിങ്ങൾക്ക് പറ്റിയ ഒരു കോളേജും കോഴ്സും അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ 3-4 വർഷം ജീവിക്കുക? രണ്ടാമത്തെ റീസൺ, നിങ്ങളുടെ കോളേജ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ജോലി, ആ ഫസ്റ്റ് ജോലിയിൽ 5-10 വർഷമെങ്കിലും അത് തീരുമാനിക്കപ്പെടാൻ പോകുന്നത് നിങ്ങൾ ഏതൊരു കോഴ്സ്, ഏതൊരു കരിയർ തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു ജോലി സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റൊരു ജോലിക്ക് നിങ്ങൾക്ക് പോവാം, വേറൊരു കരിയറിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാം. പക്ഷേ എന്തിനാണ് നമ്മളത് ചെയ്യേണ്ട ആവശ്യം? എന്തുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് പറ്റിയ, നമുക്ക് ഇഷ്ടമുള്ള ഒരു കരിയർ ആദ്യം തന്നെ കണ്ടുപിടിച്ച് അതിനു വേണ്ടിയുള്ള കോഴ്സ്, അതിനു വേണ്ടിയുള്ള ജോലി തന്നെ സ്റ്റാർട്ട് ചെയ്തുകൂടാ? എന്തിനാണ് നമ്മുടെ പൈസയും ടൈമും റിസോഴ്സസും ഒക്കെ വെറുതെ വേസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ മെല്ലെ മെല്ലെ പ്ലാൻ ചെയ്ത് തുടങ്ങണം. ഇനി എങ്ങനെയാണ് ഈ പ്ലാനിങ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ കിടക്കുന്നതിന് മുമ്പ് സിമ്പിളായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ട്. ആ മിസ്റ്റേക്സ് നിങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ തന്നെ നിങ്ങളുടെ കുറേ സമയവും നിങ്ങളുടെ കുറേ പൈസ ലാഭിക്കാൻ പറ്റും. അതിലെ ഫസ്റ്റ് കാര്യമാണ്, നിങ്ങളുടെ മാർക്സിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും നിങ്ങൾ ഒരു കരിയറോ അല്ലെങ്കിൽ ഒരു സ്ട്രീമോ ചൂസ് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 10th-ലോ 9th-ലോ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഫിസിക്സിലും മാത്സിലും നല്ല മാർക്സ് കിട്ടിയെങ്കിൽ നിങ്ങൾ ചാടി കയറി സയൻസ് എടുക്കുക. ഇനി മാത്സിലൊക്കെ മാർക്സ് കുറവാണെങ്കിൽ നിങ്ങൾ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുക്കുക. ഈ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്ന മണ്ടത്തരാണ്. അവിടെ നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ടത്, നിങ്ങൾ മാത്സിന് നല്ല മാർക്ക് കിട്ടിക്കോട്ടെ, പക്ഷെ നിങ്ങൾക്ക് മാത്സ് ഇഷ്ടമുണ്ടോ? നിങ്ങൾക്ക് മാത്സ് ഒരു 2 വർഷം കൂടെ പഠിക്കാൻ പറ്റുമോ? ആ മാത്സിലോ ഫിസിക്സിലോ എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയില്ലെങ്കിൽ മേ ബി നിങ്ങൾ +1 +2 സയൻസ് എടുക്കുന്ന നല്ലൊരു ഐഡിയ ആയിരിക്കില്ല. ഈ സെയിം കാര്യം +1 +2 കഴിഞ്ഞിട്ട് കോളേജിൽ പോകുന്ന ആൾക്കാർക്ക് ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾ ചിലപ്പോൾ +1 +2 ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ഭയങ്കര നല്ല മാർക്ക് കിട്ടിയ ആളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചാടി കയറി എഞ്ചിനീയറിംഗിനോ അല്ലെങ്കിൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യം, ഓക്കെ മാർക്ക് കിട്ടി എനിക്ക്, പക്ഷേ എനിക്ക് ഈ സബ്ജക്റ്റ് പഠിക്കാൻ ഇഷ്ടമാണോ? അടുത്ത 3-4 വർഷം ഈ സബ്ജക്റ്റ് ഞാൻ ശരിക്കും പഠിക്കുമോ? അപ്പോൾ അവിടെ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏത് കോഴ്സും ആയിക്കോട്ടെ, അതിന് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ആ കോളേജിന്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലോ കിട്ടും. വെറുതെ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് അടുത്തൊരു 3 വർഷത്തേക്ക് ഇതൊക്കെ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ? ഒബ്വിയസ്ലി അവിടെ പഠിക്കാൻ പറ്റുമോ എന്നുള്ള അതിന് കഴിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കഴിവുണ്ടാവും, നിങ്ങൾ നല്ല മാർക്ക് കിട്ടുന്ന ആളായിരിക്കും. അത് മാത്രമല്ല നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഈ ഒരു കാര്യം കൂടെ തീർച്ചയായും നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഒരു കോഴ്സ് അഥവാ ഒരു സ്ട്രീം എടുക്കാൻ. രണ്ടാമത്തെ കാര്യമാണ് പിയർ പ്രഷർ, ഫാമിലി പ്രഷർ. പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് കൊമേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സ് എടുക്കാനായിരിക്കും കൂടുതൽ ചായ്വ്. അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസോ വീട്ടുകാരായിരിക്കും പറയാം, അവർ പറയും ചിലപ്പോൾ സയൻസ് എടുക്കുക, സയൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടർ ആവാനുള്ള ചാൻസ് ഉണ്ട്, എഞ്ചിനീയർ ആവാൻ ചാൻസ് ഉണ്ട്, പല പല ചാൻസുകളാണുള്ളത്, അതുകൊണ്ട് സയൻസ് എടുക്കുന്നു പറയും. ഇവിടെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരു കോഴ്സ് എടുക്കുന്നു എന്ന് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ആ കോഴ്സിന് പുറകെ പോകരുത്. അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നും ആയിരിക്കില്ല, പക്ഷേ അതൊരു ക്രൈറ്റീരിയ ആവരുത്. കാരണം നിങ്ങൾ എടുക്കുന്ന കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അടുത്ത 5-10 വർഷത്തിന് ഡിസൈഡ് ചെയ്യാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് ലെഫ്റ്റ് ഔട്ട് ആയി പോലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ചിന്ത കൊണ്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യരുത്? ചാടി കയറി ഒരു കുഴിയിലേക്ക് വീഴരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആക്ച്വലി ട്രൂ ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ വേറെ കോഴ്സ് എടുത്താലും വേറെ സ്ട്രീം എടുത്താലും നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പും നിങ്ങൾ എടുക്കാൻ പോകുന്ന കരിയറും സ്ട്രീമും ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ്. രണ്ടാമത് ഫാമിലിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫണ്ടമെന്റൽ ഫാക്ട്, നിങ്ങളുടെ പേരൻസ് എപ്പോഴും നിങ്ങൾക്ക് നല്ലത് വരട്ടെ, നിങ്ങൾക്ക് നല്ലത് ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഓരോരോ അഡ്വൈസ് തരാം. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിംഗ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഉപദേശം തരുന്നത്. എന്ന് മാത്രമല്ല, അവർ എക്സ്പീരിയൻസ് ചെയ്ത ലോകവും അവർ എക്സ്പീരിയൻസ് ചെയ്ത കരിയറും ഈ പഠനവും ഒക്കെ ഒരു 10-20 വർഷം മുൻപുള്ള കാര്യമാണ്. അപ്പോൾ അതിനടിസ്ഥാനത്തിൽ ചിലപ്പോൾ അവർ പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് ആയിരിക്കും, പക്ഷേ അത് ഇന്നത്തെ കാര്യത്തിൽ റെലവെന്റ് ആയിരിക്കുമോ? എപ്പോഴും ആയിരിക്കണം എന്നില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് ഒരു അഡ്വൈസ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഒരിക്കലും എന്ത് ചെയ്യരുത്? തള്ളിക്കളയരുത്. അതിനെ റെസ്പെക്ട് ചെയ്യുക, പക്ഷെ അതിനെ ക്രിട്ടിക്കലി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. ആ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവരെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റുമോ നോക്കുക. അപ്പോൾ വെറുതെ അത് ഞാൻ പോവില്ല, ഇത് ഞാൻ പോവില്ല, ഇത് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും എന്ന് പറയുന്നത് വരും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഇഷ്ടം? എന്തുകൊണ്ട് ഇത് ഇഷ്ടമില്ല? എന്തുകൊണ്ടാണ് പേരൻസ് പറയുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു സ്ട്രീം നിങ്ങൾ എടുക്കാതിരിക്കുന്നതിനുള്ള കാര്യം? അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ, ഒരു സ്കോപ്പ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. അല്ലാണ്ട് ചാടി കയറി വെറുതെ അത് പറ്റൂല ഇത് പറ്റൂല എന്ന് പറയുന്നത് ഒരു നല്ല ഐഡിയ ആയിരിക്കില്ല. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലാത്ത മിസ്റ്റേക്ക് ആണ്. മിക്ക സമയത്തും നമ്മൾ +2 കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നോക്കുക ആ കോഴ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ എത്ര സാലറി കിട്ടും, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന സ്റ്റേറ്റസ്. ഈ 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒരിക്കലും നിങ്ങളുടെ ഡിസിഷൻ ഈ കാര്യങ്ങളിൽ ബേസ്ഡ് ആയിരിക്കരുത്. ഇതിന്റെ റീസൺ 2 ആണ്. ഒന്ന്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ജോലിക്ക് നല്ല സാലറി കിട്ടും വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ആ സാലറി കിട്ടണം നിർബന്ധമില്ല. ആ ഒരു സാലറി ഒരാൾക്ക് കിട്ടണമെങ്കിൽ അയാൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും ആ ഒരു
സാലറിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും ആ ഒരു ഹാർഡ് വർക്ക് എടുക്കാൻ റെഡി ആണെങ്കിൽ മേ ബി ആ സാലറി ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ജോലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, മാത്രമല്ല ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടോപ്പ് സാലറി കിട്ടാൻ ചാൻസ് ഉള്ളൂ. എന്ന് മാത്രമല്ല ഇവിടെ വേറെ വശമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ജോലിയിലും ടോപ്പ് സാലറി കിട്ടുന്നവരുണ്ടാവും, ആവറേജ് സാലറി കിട്ടുന്നവരുണ്ടാവും, വളരെ ലോ സാലറി കിട്ടുന്നവരുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ജോബിന്റെ സാലറിനെ ചേസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കുക. നിങ്ങൾ ഏത് ജോലി സെലക്ട് ചെയ്താൽ ആ ജോലിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ, ആ ജോലിക്ക് വേണ്ട സ്കിൽ സെറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, അത് നിങ്ങൾ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ റെഡി ആണെങ്കിൽ ആ ജോലിയിൽ ഏറ്റവും ടോപ്പ് എൻഡ് സാലറിയിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്നുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിനാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി രണ്ടാമത് സൊസൈറ്റിയിലെ സ്റ്റേറ്റസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾ വെയ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒബ്വിയസ്ലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ജോലിയിൽ കയറിയാൽ നിങ്ങൾക്ക് വേണ്ട സൊസൈറ്റിയിലെ സ്റ്റേറ്റസ് കിട്ടും. പക്ഷെ ആ ഒരു ബാക്കിയുള്ളവരുടെ കണ്ണിൽ ഒരു സ്റ്റേറ്റസ് കിട്ടാൻ വേണ്ടി, ബാക്കിയുള്ളവരുടെ കണ്ണിൽ ഒരു റെസ്പെക്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ടൈം മുഴുവൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജോലിയാണ് ചെയ്യേണ്ടി വന്നെങ്കിൽ അതൊരു ഡിസാസ്റ്റർ ആയിരിക്കില്ലേ, അതൊരു നരകമായിരിക്കില്ലേ. നിങ്ങൾക്ക് ആ സ്റ്റേറ്റസും കാര്യങ്ങളും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഒരുപക്ഷെ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കണം. അപ്പോൾ ഈ 3 മിസ്റ്റേക്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്താൽ തന്നെ നിങ്ങൾ ഒരിക്കലും ട്രാപ്പിൽ വീടില്ല. ഇനി മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യുന്നതിന് മാത്രം നമുക്ക് നിന്നാൽ പോരാ, നമുക്ക് എന്ത് വേണം? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ പാഷൻ അനുസരിച്ച് നമുക്കൊരു കരിയർ ചൂസ് ചെയ്യാൻ പറ്റണം. ഇനി പാഷൻ എന്ന് പറഞ്ഞ വാക്ക് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് ഓവർ യൂസ്ഡ് ആയിട്ടുള്ള വാക്കാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഓരോ ജോലിക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പാഷൻ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവാം, നമുക്ക് ഇഷ്ടം ഉണ്ടാവും, അനിഷ്ടങ്ങളുണ്ടാവും. കാരണം ലൈഫിലെ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും പാഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ജോലികൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് പൈസ കിട്ടില്ല. ഇനി ഒബ്വിയസ്ലി നിങ്ങളുടെ പാഷൻ ഒരു ജോലിയാക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ല കാര്യമായിരിക്കും. പക്ഷെ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ പാഷൻ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അതായത് നമ്മളെ തന്നെ മനസ്സിലാക്കണം. ഇനി ഇവിടെ കുറേ മെത്തേഡ്സ് ഉണ്ടാവും. ഇദ്ദേഹം ഇരിക്കുന്ന പോലെ ഇങ്ങനെ വർഷങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മൾ കരിയർ ചൂസ് ചെയ്യുന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഇതിന് കുറച്ച് സിമ്പിൾ ആയുള്ള വഴികളുണ്ട്. അതിൽ ഫസ്റ്റ് വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവർ ഇൻട്രസ്റ്റ്. നിങ്ങളുടെ കരിയറിന്റെ കാര്യം വിട്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇൻട്രസ്റ്റ് എന്നുള്ള കാര്യം വെറുതെ ചിന്തിച്ചു നോക്കുക. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കാര്യമാണ്. ഇതെങ്കിലും നിങ്ങൾ ചെയ്യണം. പിന്നെ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്തില്ലെങ്കിൽ ഒരു കാര്യമില്ല, വെറുതെ ഇങ്ങനെ കണ്ടിരിക്കാന്നല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ പ്രാക്ടിക്കലി ഇപ്പോൾ തന്നെ ഒരു ഷീറ്റ് എടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ പരിപാടി ഒന്ന് ചെയ്തു നോക്കുക. രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ്. ഈ കാര്യമാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടം വിചാരിക്കുക, പക്ഷേ എനിക്ക് അതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് അഥവാ കഴിവ് എനിക്കില്ല. ഞാൻ ഡാൻസ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും മുണ്ടും പെറുക്കി ഓടുകയാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഡാൻസ് ഒരു കരിയർ ആക്കേണ്ട ആളായിരിക്കില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് മാത്രം പോരാ, നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു കഴിവും വേണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഫിസിക്സിൽ പഠിക്കാൻ തീരെ കഴിവില്ലെങ്കിൽ, ഫിസിക്സ് പഠിച്ച് നിങ്ങൾക്ക് പരീക്ഷയിലൊന്നും മാർക്ക് വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റീതിങ്ക് ചെയ്യണം. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യത്തിൽ നമുക്ക് കഴിവ് ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, നമുക്കതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഏതാണ്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, എത്രത്തോളം കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നും എത്രത്തോളം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ തീർച്ചയായിട്ടും മെഷർ ചെയ്യണം. പല കുട്ടികളും ഈ ഒരു ട്രാപ്പിൽ വീഴാറുള്ളത് ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ +1 +2 ചില കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവരോട് ചോദിക്കും നിങ്ങൾക്ക് ഏത് കരിയറാണ് ഇഷ്ടം. അപ്പോൾ അവർ പറയും എനിക്ക് ഡോക്ടർ എഞ്ചിനീയർ ഒന്നും ആവാൻ താല്പര്യമില്ല, പക്ഷേ എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ പാട്ടിൽ ഒരു കരിയർ. അപ്പോൾ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? അതും ചെയ്യുന്നില്ല, പക്ഷേ പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് നിങ്ങളുടെ ഒരു ഹോബി ആയിട്ട് മാറേണ്ട കാര്യമാണ്, അല്ലാണ്ട് നിങ്ങളുടെ കരിയർ ആയിട്ട് മാറേണ്ട കാര്യമല്ല. നിങ്ങളുടെ കരിയർ ആയിട്ടൊരു കാര്യം മാറണമെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് മാത്രം പോരാ, നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് വേണം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ സീരിയസ് ആയിട്ട് ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കുറേ വർഷങ്ങൾ ചിലപ്പോൾ വേസ്റ്റ് ചെയ്യും. ഇനി ആപ്റ്റിറ്റ്യൂഡിനെ പറ്റി എങ്ങനെ ചിന്തിക്കണം എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അതിന് നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് സ്കിൽസ് ഉണ്ട്, ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്കിൽസ് ഉണ്ട്, സോഷ്യൽ ആയിട്ടുള്ള സ്കിൽസ് ഉണ്ട്, പിന്നെ ഹാൻഡ്സ് ഓൺ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്കിൽസ് ഉണ്ട്. ഈ 4 സ്കിൽ സെറ്റും ഒരാൾക്ക് ഒരേപോലെ ആയിരിക്കില്ല ഉണ്ടാവുക. എല്ലാവർക്കും ഓരോ സ്കിൽ സെറ്റിൽ ചിലതിൽ നല്ല സ്ട്രോങ് ആയിരിക്കും, ചിലതിൽ വീക്ക് ആയിരിക്കും, ചിലതിൽ സ്ട്രോങ് ആയിരിക്കും, ചിലതിൽ വീക്ക് ആയിരിക്കും. ഇതിൽ ഏതാണ് നിങ്ങളുടെ സ്ട്രോങ് എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുപിടിക്കാം. ഇനി ഓരോ ആപ്റ്റിറ്റ്യൂഡ് അടിസ്ഥാനത്തിൽ ഞാൻ കുറച്ച് എക്സാമ്പിൾ കരിയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി മനസ്സിലാക്കേണ്ടത് ഇത് വെറും എക്സാമ്പിൾ മാത്രമാണ്, നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അല്ലാണ്ട് ഈ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഈ കരിയർ ചൂസ് ചെയ്യണം എന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഞാൻ പറയൂല. പക്ഷേ നിങ്ങൾക്ക് ഐഡിയ, നിങ്ങൾക്ക് മെല്ലെ മെല്ലെ ചിന്തിച്ച് തുടങ്ങാവുന്നതാണ്. നിങ്ങളുടെ പാഷൻ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ചിന്തിക്കേണ്ട 3ാമത്തെ കാര്യമാണ് യു ഷുഡ് നോ യുവർ വാല്യൂസ്. അതായത് നിങ്ങൾ കരിയറിൽ വാല്യൂ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്. നിങ്ങൾ സ്റ്റെബിലിറ്റി വാല്യൂ ചെയ്യുന്ന ഒരാളാണ്, അങ്ങനെയാണ് മേ ബി നിങ്ങൾ ഇന്നത്തെ ജോലികളായിരിക്കും കുറച്ചുകൂടി ആപ്റ്റ്. നിങ്ങളെ കുറച്ചുകൂടി പൈസ അതുപോലെ ഗ്രോത്ത് ഒക്കെ വാല്യൂ ചെയ്യുന്ന ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിൽ മേ ബി ഈ ജോലികളെക്കാളും ഇതായിരിക്കും കൂടുതൽ അപ്രോപ്രിയേറ്റ്. നിങ്ങൾ ഇമ്പാക്റ്റ് അഥവാ ക്രിയേറ്റിവിറ്റി, അതായത് ലോകത്ത് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കണം, അല്ല നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക്സ് ചെയ്യണം, അതാണ് നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ മേ ബി ഇങ്ങനത്തെ കരിയേഴ്സ് ആയിരിക്കും നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ടത്. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു കൊടുക്കണം എന്തൊക്കെ വാല്യൂസ് ആണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. ഒബ്വിയസ്ലി ഇത് ഒറ്റയടിക്ക് നമുക്ക് കിട്ടുന്ന കാര്യമല്ല, നിങ്ങൾ കുറേ ദിവസങ്ങൾ കുറേ സമയം എന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ
ബാർബർ ഷോപ്പിൽ മുടി വെട്ടുമ്പോൾ ആ സമയത്തൊക്കെ ഇരുന്ന് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫ്രെയിം വർക്ക് തരിക എന്നാണ് എൻ്റെ പണി. ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിച്ചുണ്ടാക്കേണ്ടത് നിങ്ങളുടെ പണിയാണ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കരിയർ എങ്ങനെ ചൂസ് ചെയ്യുക, അപ്പോൾ കരിയർ എങ്ങനെ ചൂസ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഞാൻ വരാം. പക്ഷേ നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കരിയർ അല്ലെങ്കിൽ കോഴ്സിൽ ഏറ്റവും ഐഡിയൽ എന്തായിരിക്കണം, ഈ 3 കാര്യങ്ങളും ഓവർലാപ്പ് ചെയ്യുന്ന ഒരു കരിയറാണ് ഏറ്റവും ഐഡിയൽ. ഇനി ഒബ്വിയസ്ലി ഈ 3 കാര്യങ്ങളുടെ ഓവർലാപ്പ് ചെയ്യുന്ന ഒരു കരിയർ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കണം എന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് 2 കാര്യങ്ങളെങ്കിലും, ഇതിൽ ഏതെങ്കിലും 2 കാര്യങ്ങളിലും ഓവർലാപ്പ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം കുറച്ചെങ്കിലും ഓവർലാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി ബെസ്റ്റ് കേസ് സിനാരിയോ. ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത എന്താണ്, ഈ കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത്, നിങ്ങളുടെ പാഷൻ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ചിന്തിക്കേണ്ട മൂന്നാമത്തെ കാര്യമാണ് യു ഷുഡ് നോ യുവർ വാല്യൂസ്. അതൊരു കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്താൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് വേണം നമ്മുടെ ഒരു ജോലി. അതായത് നിങ്ങൾ കരിയറിൽ വാല്യൂ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്, നിങ്ങൾ സ്റ്റെബിലിറ്റി വാല്യൂ ചെയ്യുന്ന ഒരാളാണോ, അങ്ങനെയാണ് മേ ബി നിങ്ങൾ ഇങ്ങനത്തെ ജോലികളായിരിക്കും കുറച്ചുകൂടി ആപ്റ്റ്. നിങ്ങൾ കുറച്ചുകൂടി പൈസ അതുപോലെ ഗ്രോത്ത് ഒക്കെ വാല്യൂ ചെയ്യുന്ന ആൾക്കാരാണോ, അങ്ങനെയാണെങ്കിൽ മേ ബി ഈ ജോലികളെക്കാളും ഇതായിരിക്കും കൂടുതൽ അപ്രോപ്രിയേറ്റ്. നിങ്ങൾ ഇമ്പാക്റ്റ് അഥവാ ക്രിയേറ്റിവിറ്റി, അതായത് ലോകത്ത് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക്സ് ചെയ്യണം, അതാണ് നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ മേ ബി ഇങ്ങനത്തെ കരിയേഴ്സ് ആയിരിക്കും നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ടത്. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു കൊടുക്കണം എന്തൊക്കെ വാല്യൂസ് ആണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. ഒബ്വിയസ്ലി ഇത് ഒറ്റയടിക്ക് നമുക്ക് കിട്ടുന്ന കാര്യമല്ല, നിങ്ങൾ കുറേ ദിവസങ്ങൾ കുറേ സമയം ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബാർബർ ഷോപ്പിൽ മുടി വെട്ടുമ്പോൾ ആ സമയത്തൊക്കെ ഇരുന്ന് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫ്രെയിം വർക്ക് തരിക എന്നാണ് എൻ്റെ പണി. ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിച്ചുണ്ടാക്കേണ്ടത് നിങ്ങളുടെ പണിയാണ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കരിയർ എങ്ങനെ ചൂസ് ചെയ്യുക, അപ്പോൾ കരിയർ എങ്ങനെ ചൂസ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഞാൻ വരാം. പക്ഷേ നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കരിയർ അല്ലെങ്കിൽ കോഴ്സിൽ ഏറ്റവും ഐഡിയൽ എന്തായിരിക്കണം, ഈ 3 കാര്യങ്ങളും ഓവർലാപ്പ് ചെയ്യുന്ന ഒരു കരിയറാണ് ഏറ്റവും ഐഡിയൽ. ഇനി ഒബ്വിയസ്ലി ഈ 3 കാര്യങ്ങളുടെ ഓവർലാപ്പ് ചെയ്യുന്ന ഒരു കരിയർ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കണം എന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് 2 കാര്യങ്ങളെങ്കിലും, ഇതിൽ ഏതെങ്കിലും 2 കാര്യങ്ങളിലും ഓവർലാപ്പ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം കുറച്ചെങ്കിലും ഓവർലാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി ബെസ്റ്റ് കേസ് സിനാരിയോ. ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത എന്താണ്, ഈ കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത്, നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്തത്, നിങ്ങളുടെ വാല്യൂവുമായിട്ട് യോജിച്ച് പോകാത്ത ഒരു കരിയർ നിങ്ങൾ ചൂസ് ചെയ്താൽ, അങ്ങനത്തെ ഒരു കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്താൽ യു വിൽ വേസ്റ്റ് യുവർ ഇയേഴ്സ്, ലോട്ട് ഓഫ് ഇയേഴ്സ് ഓഫ് യുവർ ലൈഫ്. അപ്പോൾ ആ ഒരു മണ്ടത്തരം നിങ്ങൾ ചെയ്യരുത്. ഈ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ആ മണ്ടത്തരം നിങ്ങൾ ചെയ്യില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആക്റ്റീവ്ലി ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ പറ്റുമെങ്കിൽ ഒരു ബുക്കൊക്കെ എടുത്ത് വൃത്തിക്കൊന്ന് എഴുതി നോക്കുക. ചിന്തകളൊക്കെ വരുന്ന സമയത്ത് എന്താണ് ഇൻട്രസ്റ്റ്, എന്താണ് ആറ്റിറ്റ്യൂഡ്, എന്തൊക്കെയാണ് എൻ്റെ വാല്യൂസ് എന്നുള്ള ആരും എഴുതി മെല്ലെ മെല്ലെ ഒരു മേ ബി ഒരു വർഷമൊക്കെ എടുക്കുമായിരിക്കും നിങ്ങളുടെ ഇതൊക്കെ ഒന്ന് പ്രോപ്പറായി സെറ്റ് ആക്കാൻ വേണ്ടി. പക്ഷേ ആ സമയം കൊടുക്കുക. ഐ ഗ്യാരണ്ടി യു ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തൊക്കെ കരിയർ ഓപ്ഷൻസ് ആണ് ഉള്ളതെന്നുള്ള കാര്യം. കാരണം ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചാലും മിക്ക കുട്ടികളും ആലോചിക്കുന്നത് അപ്പോൾ ഈ ഡോക്ടർ ആകാൻ പറ്റുമോ, എഞ്ചിനീയർ ആകാൻ പറ്റും, അങ്ങനെയൊക്കെ ആയിരിക്കും ആലോചിക്കുക. പക്ഷെ അങ്ങനെ നമ്മൾ ഒരിക്കലും ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനത്തെ കുറച്ച് ഫീൽഡ് നിന്നാൽ പോരെ. എന്തൊക്കെയാണ് ആക്ച്വൽ പോസിബിലിറ്റീസ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം, അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ ഫാൻസി ആയിട്ടുള്ള കുറേ AI പോലത്തെ കോഴ്സുകളൊക്കെ ഓക്കെ നല്ല കാര്യം തന്നെ, പക്ഷേ അതിൻ്റെ റിയാലിറ്റി എന്താണ്? അങ്ങനത്തെ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ജോലിയാണ് എനിക്ക് കിട്ടുക, ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പുള്ള ജോലിയാണോ, എൻ്റെ വാല്യൂസിനോടൊത്തുള്ള ജോലിയാണ് കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കാൻ എഫേർട്ട് എടുക്കും. ആ എഫേർട്ട് നിങ്ങൾ എടുക്കാൻ റെഡി ആണെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അങ്ങനെ എഫേർട്ട് എടുക്കാൻ റെഡി ആണെങ്കിൽ എങ്ങനെ ചിന്തിക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ഇസ് കോൾഡ് കരിയർ മാപ്പിംഗ്. അപ്പോൾ കരിയർ മാപ്പിംഗിൽ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളുണ്ട്, കൊമേഴ്സ് ഉണ്ട്, ആർട്സ് ഹ്യൂമാനിറ്റീസ് ഉണ്ട്, അതല്ലാതെ വൊക്കേഷണൽ സ്കിൽ ബേസ്ഡ് ഓരോരോ ഏരിയാസ് ഉണ്ട്. ഈ ഏരിയാസിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ സയൻസിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കോഴ്സ് എന്താണ്, മെഡിസിൻ, എഞ്ചിനീയറിംഗ്, BSc അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എമർജിംഗ് ആയിട്ടുള്ള കുറേ കോഴ്സുകളും ഫീൽഡുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഡേറ്റാ സയൻസ്, AI, എൻവയോൺമെന്റൽ സയൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പുതുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ട് ഇതിൽ എമർജിംഗ് ആയിട്ടുള്ള കരിയേഴ്സിനെ പറ്റി സ്റ്റഡി ചെയ്യുക. ഇതെങ്ങനെയാണ് സ്റ്റഡി ചെയ്യേണ്ടെന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ മെല്ലെ മെല്ലെ സ്റ്റഡി ചെയ്യണം. എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ആ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ +1 +2 PCB എടുത്തു, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഡോക്ടർ ആവുക എന്നല്ല. അതൊരു ജസ്റ്റ് ഒരു ഓപ്ഷൻ മാത്രമാണ്. അതല്ലാതെ പല പല ഓപ്ഷൻസും ഉണ്ട്. വീണ്ടും ഞാൻ ഓരോന്നായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഞാൻ തന്നു. ഇനി ബാക്കിയുള്ള പണി നിങ്ങൾ ചെയ്യണം. അപ്പോൾ കരിയേഴ്സിനെ പറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി പല പല ടൂൾസും ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒന്ന്, നമ്മുടെ ഗവൺമെന്റ് തന്നെ നാഷണൽ കരിയർ സർവീസ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ പോയാൽ ഇഷ്ടംപോലെ കരിയർ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ ഓരോ കരിയറിലും ഏത് കോഴ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അത് ഏറ്റവും ബെസ്റ്റ് എത്താൻ വേണ്ടി ഏത് ടൈപ്പ് കോളേജിലാണ് പഠിക്കേണ്ടത്, ആ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഏതൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതിന്റെ സാലറി ഏതാണെന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വായിക്കാൻ മടിയുള്ള ഒരാളാണെങ്കിൽ ഓരോ കരിയറിനെ പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലെയിനർ വീഡിയോസ് വരെ ഒരു ഫ്രീ ആയിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ വെബ്സൈറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉപയോഗിക്കുക. രണ്ടാമത് ചെയ്യാൻ പറ്റിയത്, ഏതെങ്കിലും ഒരു കരിയർ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കഴിഞ്ഞാൽ ആ ഒരു ജോലി കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നാണ്. കാരണം വെബ്സൈറ്റിലുള്ള കാര്യങ്ങളും ഓൺലൈനിലുള്ള കാര്യങ്ങളും ഒരു വശം,
ഗ്രൗണ്ട് റിയാലിറ്റി വേറൊരു വശമായിരിക്കും. ഈ രണ്ട് സെപ്പറേറ്റ് കാര്യമൊന്നും ആയിരിക്കില്ല. വെബ്സൈറ്റിൽ നിന്ന് ഓൺലൈനൊക്കെ ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഐഡിയ കിട്ടും. ഗ്രൗണ്ട് റിയാലിറ്റിയും അങ്ങനെയാണോ എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായും ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ആ ജോലികളൊക്കെ ചെയ്യുന്ന റിയൽ ആയിട്ടുള്ള ആൾക്കാർ വരെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇന്നത്തെ കാലത്ത് അതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾ ഒരിക്കലും പറയരുത് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനത്തെ ഡോക്ടർ ഇല്ല, ആളില്ല, ഈ ജോലി ചെയ്യുന്ന ആളില്ല എന്ന് ഒരിക്കലും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ലിങ്ക്ഡിൽ പോവുക, ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക, നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജിൽ പഠിച്ച ആൾക്കാർ, നിങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അതിൽ നിന്ന് ടോപ്പ് ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വെറുതെ റാൻഡംലി പൊളൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ChatGPT ഒക്കെ വെച്ചിട്ട് പ്രോംപ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു മെസ്സേജ് അയക്കുക. അവരോട് പറയാം എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കുറച്ച് സംശയങ്ങളുണ്ട്. ഇതിന് വളരെ സ്പെസിഫിക് ആയിട്ട് പറയണം. വെറുതെ എനിക്ക് കരിയറിനെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ട്, ഇതിനെത്ര ശമ്പളം കിട്ടുക, അങ്ങനത്തെ മെസ്സേജ് ഒറ്റ ആളും റിപ്ലൈ ചെയ്യാൻ പോകുന്നില്ല. യു ഷുഡ് ബി വെരി സ്പെസിഫിക്. നിങ്ങൾ ഓൾറെഡി അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കണം നിങ്ങളുടെ രീതിയിൽ. ഇതിന് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ജെന്യുവൻ ആയിട്ടുള്ള ഡൗട്ട്സ്, ആ കാര്യങ്ങൾ മാത്രം അവരോട് ചോദിക്കുക. 10 പേർക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ 2 പേരെങ്കിലും മെസ്സേജിന് റിപ്ലൈ തരുമെന്ന് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. അപ്പോൾ ആ ഒരു എഫേർട്ട് നിങ്ങൾ എടുക്കാൻ റെഡി ആണെങ്കിൽ യു വിൽ ഗെറ്റ് ലോഡ്സ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ആക്ച്വൽ ആൾക്കാർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിനെ പറ്റി അല്ല അവർ പഠിച്ച കോളേജിന് വേണ്ടി റിയൽ ഫീഡ്ബാക്ക് ആയിരിക്കും ഏത് ഓൺലൈൻ റിവ്യൂവിലോ ടെസ്റ്റിമോണിയലിലോ കൊടുത്തതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒപ്പീനിയൻ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 കഴിയുമ്പോഴത്തേക്കും കൃത്യമായൊരു ധാരണ ഉണ്ടാവും. ഈ ഒരു കോഴ്സിന് പോകണമെങ്കിൽ ഏത് കോളേജാണ് നല്ലത്, ആ ഒരു കോളേജിൽ കയറാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാണ് എൻ്റെ +1 +2 ഞാൻ ചെലവഴിക്കേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ പ്രിപ്പയർഡ് ആവേണ്ടത്, അങ്ങനെ കോളേജിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക, അതിൽ എന്താണ് ശരിക്കും റിയാലിറ്റി, എത്ര ആയിരിക്കും സാലറി കിട്ടുക, ആ സാലറി കിട്ടണമെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ അങ്ങനെ കൃത്യമായുള്ള ഐഡിയാസ് കിട്ടിയിട്ടായിരിക്കും നിങ്ങൾ സ്കൂളിൽ തന്നെ റെഡി ആവുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇന്നത്തെ കാലത്ത് യു ക്യാൻ യൂസ് ഓൾ AI ടൂൾസ്. ഇപ്പോൾ ChatGPT പോലത്തെ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീപ്പ് റിസർച്ച് ഒക്കെ കൊടുത്തിട്ടോ അല്ലെ സാധാരണ ചാറ്റൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ഒബ്വിയസ്ലി ഇവിടെ നിങ്ങൾ ChatGPT പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കരുത്. അതൊക്കെ ഗ്രൗണ്ട് റിയാലിറ്റി ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഒന്ന് നോക്കണം. ഇനി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ട്രാപ്പിൽ നിങ്ങൾ പെട്ടുപോകരുത്. അതായത് ഫ്യൂച്ചറിലെ സ്കോപ്പുള്ള ജോലികൾ അല്ലേ. ഈ ഒരു വീഡിയോന്റെ ഒരു കമന്റ് ബോക്സിലും കുറെ ഇടാൻ വേണ്ടി റെഡി ആയി നിൽക്കണോ, ചിലവർ ഓൾറെഡി ഇട്ടിട്ടുണ്ടോ സാർ ഫ്യൂച്ചറിലെ സ്കോപ്പുള്ള 5 ജോലികൾ ഏതാണെന്ന് ചോദിച്ചിട്ട്. മക്കളെ, ആ ഫ്യൂച്ചറിലെ സ്കോപ്പുള്ള 5 ജോലികൾ ഏതാണെന്ന് എനിക്കും അറിയില്ല, അത് ആർക്കും അറിയില്ല. ഇനി ഒബ്വിയസ്ലി നിങ്ങൾ ഓൺലൈനിലൊക്കെ വായിച്ച ഇതുപോലത്തെ ഏറ്റവും ട്രെൻഡിങ് ആയുള്ള ജോലികൾ, ട്രെൻഡിങ് അല്ലാത്ത ജോലികളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ആ ട്രെൻഡിങ് ആയുള്ള ജോലികളിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളൊക്കെ പഠിച്ച് നിങ്ങളൊക്കെ കോളേജ് കഴിയുമ്പോഴത്തേക്കും അതിന് ഇമ്മെൻസ് കോമ്പറ്റീഷൻ ആയിരിക്കും. എവിടെ ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടോ അവിടെ ആ സ്കോപ്പ് കുറയും. സ്കോപ്പ് കുറയുന്ന ജോലി ഭയങ്കര അടിപൊളി അല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ജോലിക്ക് ശമ്പളം ആർക്കും തരാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. പക്ഷേ ഒരു ജോലിക്ക് വേണ്ടി 100 ആൾക്കാർ റെഡി ആണെങ്കിൽ ഞാൻ എന്തിനാ വെറുതെ ആസ് എ കമ്പനി ഞാൻ എന്തിനാ ആ ജോലിക്ക് വേണ്ടി ഞാൻ ഭയങ്കര പൈസ കൊടുക്കുക? ഞാൻ ഒരിക്കലും ഭയങ്കര പൈസ കൊടുക്കില്ല. അപ്പോൾ ഇന്ന് ഭയങ്കര സ്കോപ്പ് എന്ന് പറയപ്പെടുന്ന പല കാര്യങ്ങൾക്കും 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ആക്ച്വലി ജോലിയിൽ കിടക്കുമ്പോഴത്തേക്കും സ്കോപ്പ് ഉണ്ടാവുമോ? ഇറ്റ് ഈസ് ഹൈലി ക്വസ്റ്റ്യനബിൾ. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഒരിക്കലും സ്കോപ്പ് ഉണ്ടെന്ന് കരുതിയിട്ട് ഒരു ജോലിക്ക് പോകരുത്. നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങളുടെ വാല്യൂസിനോട് യോജിച്ചുള്ള ഒരു കോഴ്സ് തീരുമാനിക്കുക, അതിൽ സ്കോപ്പ് ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി കൃത്യമായി മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ ഒരു കോട്ട് വായിച്ചാൽ മതി. രത്തൻ ടാറ്റയുടെ കോട്ടാണ്, ഐ ഡോണ്ട് ബിലീവ് ഇൻ ടേക്കിംഗ് റൈറ്റ് ഡിസിഷൻസ്, ഐ ടേക്ക് ഡിസിഷൻസ് ആൻഡ് ദെൻ മേക്ക് ദം റൈറ്റ്. അപ്പോൾ ഈ ഒരു ഫ്രെയിം വർക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് കരിയർ ഓപ്ഷൻസ്. ഇനി ആ ഒരു കരിയർ അഥവാ കോഴ്സ് ഓപ്ഷനിൽ ഏത് ഞാൻ അവസാനം ചൂസ് ചെയ്യണം? അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്, ഡിസിഷൻ ഫ്രെയിം വർക്ക്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതിനൊരു ഫ്രെയിം വർക്ക് നിങ്ങൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. വെറുതെ എങ്കി പോങ്കി അടിച്ചിട്ട് ചൂസ് ചെയ്യാൻ പറ്റില്ല. വെറുതെ ഇമോഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാവണം. എന്തുകൊണ്ട് പ്ലാൻ ഉണ്ടാവണം എന്നുള്ള കാര്യം വളരെ ഭംഗിയായിട്ട് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒരു കോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇഫ് യു ഫെയിൽ ടു പ്ലാൻ യു ആർ പ്ലാനിങ് ടു ഫെയിൽ. നിങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ റെഡി അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പാക്കിയിരിക്കുന്നു, നിങ്ങളുടെ ഫെയിലിയറാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യേണ്ടത്? ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ കുറേ റിസർച്ച് ഒക്കെ ചെയ്തല്ലോ, അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ, നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയി തോന്നിയ ഒരു 3 to 4 കരിയർ അഥവാ കോഴ്സ് ഓപ്ഷൻസ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കുത്തിയിരുന്നിട്ട് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക. ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങളുടെ വാല്യൂസ്, അതിൻ്റെ ഫ്യൂച്ചർ സ്കോപ്പ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂച്ചർ സ്കോപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഒബ്വിയസ്ലി നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു ജോലിയുടെ പുറകെ പോകരുത്. പക്ഷേ ഒരു ജോലി നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ഈ ജോലിക്ക് തീരെ ഫ്യൂച്ചർ സ്കോപ്പ് ഇല്ലാത്ത ജോലിയാണോ, ഇനി അങ്ങോട്ട് ഒരിക്കലും ഉണ്ടാവാൻ ചാൻസ് ഇല്ലാത്ത ജോലിയാണോ, അല്ലെങ്കിൽ മോശമില്ലാത്ത ചാൻസ് ഉണ്ടോ, ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. അല്ലാണ്ട് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ജോലി ഇതായിരിക്കുമോ എന്നൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സാമാന്യ ഫ്യൂച്ചർ സ്കോപ്പ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അത് നിങ്ങൾ ചെയ്യേണ്ടത് വൺസ് നിങ്ങൾ കോഴ്സ് അല്ലേ കരിയർ തീരുമാനിച്ചു കഴിഞ്ഞാൽ, കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം ഫ്യൂച്ചർ സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത്. ആൻഡ് ലാസ്റ്റ്ലി പ്രാക്ടിക്കൽ ഫീസിബിലിറ്റി. നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ പറ്റിയ ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റുമോ, അത് ഇന്ത്യയിലുള്ള കോഴ്സാണോ, ഇന്ത്യയിൽ അല്ലെങ്കിൽ അത് പ്രാക്ടിക്കൽ ആണോ എന്നുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ നോക്കണം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു ജോലി നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ജോലി എന്തോ ആയിക്കോട്ടെ, അത് ഇത്രയും ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തന്നെ സ്കോർ ചെയ്യണം. ഇത് വേറെ ആരും തരുന്ന സ്കോറല്ല, നിങ്ങൾ തന്നെ കുത്തിയിരുന്ന് ആലോചിക്കണം നിങ്ങൾക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിനോട് നിങ്ങൾക്ക് ഇത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത്രയും കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു ടോട്ടൽ സ്കോർ കിട്ടുന്നതായിരിക്കും. ആ ടോട്ടൽ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തീരുമാനം എടുക്കണമെന്നില്ല.
ടോട്ടൽ സ്കോർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലേതാ നിങ്ങൾക്ക് പറ്റാത്ത അല്ല വേണ്ടാത്തതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഏതാണ് വേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അതും കൂടി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഡിസിഷൻ എടുക്കാം. ഇനി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു കോഴ്സ് അല്ലെ ഒരു കരിയർ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വിചാരിക്കരുത് ഇതാണ് അവസാനം എന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കോഴ്സിലൂടെ ഒരു കരിയറിലേക്ക് എത്തുന്നത് പറഞ്ഞാൽ ഒരു ജേണിയാണ്. നിങ്ങളുടെ കരിയറും ഇൻഫാക്ട് ഒരു ജേണിയാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. സുന്ദർ പിച്ചായി ഇദ്ദേഹം പഠിച്ചത് എന്താണ്, IIT ഖരഗ്പൂരിൽ മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സാണ് പഠിച്ചത്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഗൂഗിളിന്റെ CEO ആയിട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച കാര്യമാണോ? ഒബ്വിയസ്ലി അല്ല. അപ്പോൾ അതൊന്നും എങ്ങനെയാണ് അവിടെ എത്തിയത്? അപ്പോൾ ഈ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്യുമ്പോൾ മൂപ്പർക്ക് തോന്നി മൂപ്പർക്ക് എഞ്ചിനീയറിംഗ് അല്ല വേണ്ടത്, മൂപ്പർക്ക് കരിയർ ചേഞ്ച് ആണ് വേണ്ടത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു MBA കോഴ്സ്, അതായത് ലോക്കൽ MBA കോളേജിൽ നിന്നല്ല ചെയ്തത്, ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ആണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഗൂഗിളിൽ CEO മാറിയത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഒരു പോയിന്റിലാണ് എഞ്ചിനീയറിംഗ്, അത് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്. അവിടുന്ന് ഇതേ എത്തിയെവിടെയാണ്, ഒരു മാനേജ്മെന്റ് റോളിലേക്കാണ്, ഒരു CEO, ലോകത്തിൽ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് കമ്പനീസിന്റെ CEO ആയിട്ടുള്ള ലെവലിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയുമോ ഇയാൾ മണ്ടറാണ്, ഇയാൾ പൊട്ടത്തര കാണിച്ചിരിക്കുന്നത്, ഇയാൾക്ക് ഈ അലക്സാറിന്റെ വീഡിയോ കണ്ടാൽ പോരെ, അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുത്താൽ ഇങ്ങനെ ഉണ്ടാവുമല്ലോ? ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ വാല്യൂസ് ഓൾ ഓഫ് ദം ആർ ഇവോൾവിങ്. നിങ്ങൾ ചിലപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് മാറുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നതായിട്ട് തോന്നും. ചില കാര്യങ്ങൾക്ക് ആറ്റിറ്റ്യൂഡ് കൂടും, ചിലത് നിങ്ങൾക്ക് കുറയും. നിങ്ങളുടെ വാല്യൂസ് ചിലപ്പോൾ മാറും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഡിസിഷൻ മാറ്റിക്കൊണ്ടിരിക്കണം. പക്ഷേ ഫ്രെയിം വർക്ക് വിൽ സ്റ്റിൽ റിമെയിൻ ദ സെയിം. ഞാൻ എൻ്റെ തന്നെ എക്സാമ്പിൾ എടുക്കാം. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിച്ചില്ല. കാരണം എനിക്ക് ആരും ഇത് പറഞ്ഞു തരാനൊന്നുമില്ലായിരുന്നു. എനിക്ക് +2 വലിയ ബുദ്ധിമുട്ടില്ലാതെ പിന്നെ കുറച്ചൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഫിസിക്സ്. അതുകൊണ്ട് ഞാൻ ഫിസിക്സ് പഠിക്കാൻ വേണ്ടി പോയി. പിന്നെ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ സെക്കൻഡ് ഇയറിൽ അവിടെ ഒരു എക്സ്ട്രാ ഒരു കോഴ്സ്, അതായത് മെയിൻ കോഴ്സിന് ഭാഗമല്ലാത്ത എക്സ്ട്രാ ഒരു ഇൻവെസ്റ്റ്മെന്റിന് പറ്റിയൊരു കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തു. എനിക്ക് ആ പ്രൊഫസറിന്റെ ക്ലാസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മെല്ലെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടും ഫിനാൻസിനെ പറ്റിയൊക്കെ പഠിച്ച് പിന്നീട് എനിക്ക് ഒരു MBA ചെയ്യണം, MBA ഫിനാൻസിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹം വന്നത്. പക്ഷേ വൺസ് ഞാൻ MBA IIM കോഴിക്കോട് ജോയിൻ ചെയ്തതിനു ശേഷം എനിക്ക് ഫിനാൻസിനോടുള്ള ഇഷ്ടമൊക്കെ പോയി. ഇൻട്രസ്റ്റ് എനിക്ക് കുറഞ്ഞു. എനിക്ക് നേരത്തെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് കുറച്ച് കുറഞ്ഞു. എനിക്ക് കുറച്ചുകൂടി ജനറൽ മാനേജ്മെന്റിലായിരുന്നു ഇഷ്ടം. ആ ഒരു സമയത്ത് ഞാൻ ജനറൽ മാനേജ്മെന്റ് അങ്ങനെ ജോലിക്ക് എനിക്ക് ഓൾറെഡി പ്ലേസ്മെന്റ് കിട്ടുകയും ചെയ്തു. എൻ്റെ IIM എക്സ്പീരിയൻസിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം, അതിൽ പോയി കാണാം. പക്ഷേ അതൊക്കെ ഞാൻ ചെയ്തെങ്കിലും പിന്നീട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കോവിഡ് സമയത്തായിരുന്നു എക്സാമിനർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ടീച്ചിങ് തുടങ്ങി. എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമായി. എന്ന് മാത്രമല്ല ടീച്ചിങ്ങിന് നല്ലതാണ് ഞാനെന്നും എനിക്ക് കഴിവുണ്ടെന്ന് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെന്നുള്ള കാര്യം ഞാനായിട്ട് തീരുമാനിച്ചല്ല, കുട്ടികൾ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ വാല്യൂസും കൂടെ ആലോചിച്ചു. എനിക്ക് ശരിക്കും എന്താ ഉണ്ടാക്കേണ്ടത്, എനിക്ക് ജസ്റ്റ് ഒരു സാലറി ചെയ്ത് 9 to 5 ഒരു ജോലിയാണോ വേണ്ടത്, ഇവിടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജോലിയാണോ വേണ്ടത്? അപ്പോൾ ആ ഒരു വാല്യൂസും കൂടെ ഞാൻ ഇവാലുവേറ്റ് ചെയ്ത് എനിക്ക് മനസ്സിലായി എനിക്ക് ആ ഒരു 9 to 5 ജോലി അല്ല വേണ്ടത്, എനിക്ക് ഇതാണ് വേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ദിസ് ഇസ് ജസ്റ്റ് എ ജേർണി. ഈ ജേർണിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളും നമ്മുടെ ഡിസിഷൻസ് മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതിൻ്റെ അർത്ഥം ഒരിക്കലും എന്തല്ല, നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് എടുക്കുമ്പോൾ എന്തെങ്കിലും അങ്ങനെ കാണിക്കുന്നതല്ല. എല്ലാത്തിനും ഒരു അടിസ്ഥാനം ഉണ്ടായിരിക്കണം. ആ അടിസ്ഥാനം, ആ ഫണ്ടമെന്റൽ, എന്തിന് ഞാൻ ഈ കോഴ്സ് എടുക്കുന്നുള്ള കാര്യം നിങ്ങൾ ക്ലിയർ ആണെങ്കിൽ യു വിൽ ഹാവ് റീസൺസ് ടു പെർസ്യൂ ഇറ്റ് എവറി സിംഗിൾ ഡേ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ സുന്ദർ പിച്ചായി ഈ IIT പോയ സമയത്ത് എല്ലാ ദിവസവും കുഴപ്പനായിട്ട് വെറും വേസ്റ്റ് ആയിട്ട് ഇരുന്നാണെന്ന്? ഒരിക്കലുമില്ല. അയാൾ അവിടെ പോയി ത്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അടുത്ത ലെവലിലേക്ക് പോകേണ്ടത്, എങ്ങനെയാണ് എൻ്റെ ലൈഫ് ബെറ്റർ ആക്കേണ്ടത്, എൻ്റെ കരിയർ എങ്ങനെ ബെറ്റർ ആക്കുന്നവരെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫണ്ടമെന്റൽ ഉണ്ടായിരിക്കണം, നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, നമുക്ക് എന്തെങ്കിലും ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, നമുക്ക് എന്തെങ്കിലും വാല്യൂസ് ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങൾ എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇതിനെപ്പറ്റി ചിന്തിക്കാറില്ല, ആരും ഇതിനെപ്പറ്റി സംസാരിക്കാറില്ല. ഇത് ചിന്തിക്കാതിരുന്നാൽ, ഇത് സംസാരിക്കാതിരുന്നാൽ നമ്മൾ എങ്ങനെയാണ് നമ്മളെ തന്നെ അറിയുക, എങ്ങനെ ലൈഫിൽ മുന്നോട്ട് പോകണം, എങ്ങനെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം നമ്മളെങ്ങനെ മനസ്സിലാക്കും. അപ്പോൾ ദിസ് ഇസ് ഫൗണ്ടേഷണൽ തിങ്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഫൗണ്ടേഷനായിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്കൂൾ ലൈഫിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസിഷൻസ് ഒക്കെ വേറെ ലെവലായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും ലോകത്തിൽ സാലറി കിട്ടുന്ന ജോലിയോ അല്ലെങ്കിൽ ഏറ്റവും ലോകത്തിൽ ഫേമസ് ആവുന്ന ജോലിയോ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഐ ക്യാൻ ഗ്യാരണ്ടി യു, നിങ്ങൾ എടുക്കുന്ന ഡിസിഷനിൽ യു വിൽ ബി ഹാപ്പി ആൻഡ് ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് അതിൽ ഏറ്റവും ബെസ്റ്റ് ലെവലിൽ തന്നെ എത്താൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കൂളിലെ എല്ലാ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോനെ, ഈ ചാനലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എന്താണ് നെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ട വീഡിയോ എന്നുള്ള കാര്യം അതും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.